ഹായ്, അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു ജെല്ലി ക്യൂബിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ജെല്ലി ക്യൂബിന്റെ സോൾവ് ചെയ്തിരുന്നു. അപ്പൊ ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് അഴിച്ചു നോക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ജെല്ലി ക്യൂബ് എന്ന് പറയുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് പോലെയാണ്. അതായത് കളർ വെരി ലൈറ്റ് ആണ്. ഉള്ളിലുള്ള നമ്മളെ ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്പ്രിംഗ് സ്ക്രൂ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ സെയിം എല്ലാ ക്യൂബിനെയും പോലെ ആയിരിക്കും. അപ്പൊ എന്നാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ ക്യൂബിന്റെ പാർട്സും പരിചയപ്പെടുത്താറുണ്ട്. ഒരു പുതിയ ക്യൂബ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സോൾവിങ്ങും അതിന്റെ പാർട്സും എല്ലാം പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ക്യൂബ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ സെന്റർ എല്ലാത്തിനും ഒരു സെന്റർ ഉണ്ടാവും. അത് പെർമനന്റ് ആയിരിക്കില്ല, നമുക്ക് ഇതേപോലെ അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അത് ഓരോന്നായിട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് യെല്ലോ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓറഞ്ച് അഴിച്ചെടുക്കുകയാണ്. വൈറ്റ് ഗ്രീൻ, ബ്ലൂ. അപ്പൊ നമ്മൾ 6 സെന്റേഴ്സ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. സ്ക്രൂ, അതായത് ടെൻഷൻ സ്പ്രിംഗ് ആണ്. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഊരിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിച്ചൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്യൂബ് കോർണേഴ്സ് ഒക്കെ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്റർ, അതായത് ഈ ഒരു സ്ക്രൂവും ഈ സ്പ്രിങ്ങിലാണ് നമ്മൾ ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ സ്പ്രിങ്ങിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ആവുന്നതിനനുസരിച്ചാണ് ക്യൂബ് ഇങ്ങനെ ടൈറ്റ് ആവുന്നതും ലൂസ് ആവുന്നതും വരുന്നത്. പിന്നെ നമ്മൾ ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയി കിട്ടും. അപ്പൊ ഇതിനെ ഈ 6 സൈഡും ഈ സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ 6 സൈഡും ഈക്വൽ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ടൈറ്റ് ആയിട്ട് വരും. അപ്പൊ ടോപ്പ് ലെയർ ആണിത്. നല്ല ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഞണ്ടിന്റെ ഒക്കെ പല്ല് കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ഉണ്ട്. അപ്പൊ ടോപ്പ് ലെയർ നമ്മൾ അങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ പീസ് നോക്കുകയാണെങ്കിൽ അതാ വളരെ ജെല്ലി ടൈപ്പിന്റെ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുണ്ട്. ഇതിന്റെ ഓരോ പീസുകളായിട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇതിന്റെ നമ്മളെ ഈ പീസുകൾ മാത്രമേ ഉള്ളൂ ഈ ജെല്ലി ഒരു മോഡൽ. ബാക്കി നമ്മളെ ഈ സെന്റർ, നമ്മളെ കോറൊക്കെ പഴയ നോർമൽ ക്യൂബ് പോലെ തന്നെയാണ്. എല്ലാ പീസും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. കോറ് നമ്മളെ സെയിം എല്ലാ ക്യൂബിലും കാണുന്ന പോലെ കോറ് സെയിം ആണ്. അധികവും ഗ്രീനാണ് കാണാറ്. ഇതിനു മുമ്പുള്ള നമ്മളെ കോറിന്റെ കളറ് ഇത് വൈറ്റ് ആണ്, ഇത് ഗ്രീനാണ്. ഇതെല്ലാം വൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള പീസുകളൊക്കെ ഇതാണ്. ഇതും നമ്മളെ പീസുകൾ നമുക്ക് അഴിച്ചെടുക്കാവുന്ന പീസുകളാണ്. ഇതേപോലെ 2 പീസായിട്ട് ജോയിന്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ ക്യൂബാണ്. നമ്മുടെ മാഗ്നറ്റ് ക്യൂബ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ സൈഡിൽ മാഗ്നറ്റ് ഉണ്ടാവും, നമ്മുടെ മൂവ്മെന്റ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ 3 കളേഴ്സ് ആണെങ്കിൽ 3 പീസുകളായിരിക്കും. 3 പീസുകൾ അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ പീസുകളും ഇതേപോലെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കോർണർ പീസ് ആണ്. കോർണർ പീസിൽ നമ്മൾ 3 കളേഴ്സിന്റെ ജോയിന്റ്സ് ആണ്. പരസ്പരം ലോക്ക് ചെയ്യുന്ന മോഡലാണ്. ഇത് കുറച്ച് ടൈറ്റ് വരുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മൾ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ കോമ്പിനേഷൻ ആണ്. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഇത് ഇത്രയും ലോക്കിംഗ് സിസ്റ്റം വളരെ സ്മൂത്ത് ആണ്. നമ്മുടെ ക്യൂബിന്റെ റേറ്റ് അനുസരിച്ചിട്ട് ഇതിന്റെ സ്മൂത്തും കാര്യങ്ങളും വ്യത്യാസപ്പെടാം. അപ്പൊ ഇത്രയും പാർട്സുകളാണ് നമ്മുടെ ഒരു ജെല്ലി ക്യൂബിന്റെ പാർട്സുകൾ. സാധാരണ എല്ലാ ക്യൂബിലും കാണുന്ന പോലത്തെയാണ്, പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ മേക്കിംഗ് ആണ്. സാധാരണ ABS പ്ലാസ്റ്റിക് ആണ്, ഇതും പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ജെല്ലി മോഡൽ നമുക്ക് ഫീൽ വരും. അതുള്ളൂ ഇതിന്റെ ഉള്ള പ്രത്യേകത. അപ്പൊ നമ്മുടെ ഈ പാർട്സ് ഡിസ്മാൻഡ്ലിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ക്യൂബ് സംബന്ധമായ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.